ഇന്ത്യ ചരിത്രം എന്നല്ല, ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കൊരു സൈലൻസ്, സ്റ്റാൻഡപ്പ്. സോറി, എന്താ തിരക്ക്? ഞാൻ മൊത്തത്തിൽ അല്പം തിരക്കില്ല. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിമിക്രിയിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്ന ഞാൻ അവരുടെ കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. നമുക്ക് ഒരേ സമയം ഒരു ഇൻസ്ട്രുമെന്റ് അല്ല വായിക്കാൻ പറ്റുള്ളൂ. ഇവൻ ഒരേ സമയം 2 ഇൻസ്ട്രുമെന്റ് വായിക്കുവേ. എടാ അത് ചെയ്ത് കാണിച്ചോടാ. മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക. ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇത് ഞാൻ പൊളിക്കും. കേട്ടോ മുരുക, ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് ആയി വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. മുരുക ആരായി മുരുകൻ? പാർട്ടിക്കിടുക. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൽസര ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. പാക്കറ്റ് ഇട്ടുണ്ട്. കോടതി എന്നല്ല, എന്താ പറഞ്ഞത്? കോടതി എന്നല്ല, കോളനി എന്നല്ല, കോടതി എന്നല്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. പൊളിക്കും. നീയൊക്കെ വള്ളി ട്രൗസർ ഇട്ട അജന്തയിൽ ആദ്യ ഭാവം കണ്ടു കിടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാണ്. അവന്റെ ബാപ്പയാ ദുബായിൽ നിന്ന് കാണാൻ വന്നതാ. കഷ്ടപ്പെട്ടത് വെറുതെ ആയി. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം. അങ്ങനെ അങ്ങ് പോയാലോ? അപ്പൊ കാണാം. കയ്യടി പോരാ. ഞാൻ പറഞ്ഞുതരാം. പൊയ്ക്കാ. എന്റെ കൂടെ വില കളയാതെ പോടും. ആളാവരുത്, എപ്പോഴും പിള്ളേർ കൂടെ കാണൂല.